ഊരിന് പുറത്ത് സമൂഹ വിവാഹം 216 ആദിവാസി യുവതീ യുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച 100ാമത് ശാഖയുടെ പ്രവർത്തനോദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മാംഗല്യം ഒരുക്കിയത്. സന്നിഹിതരായവരെല്ലാം ബന്ധുജനങ്ങളായി. ഹൈന്ദവാചാര പ്രകാരം സ്വീകരണം. അഗ്നിശുദ്ധി വരുത്തി വിളക്ക് തെളിച്ച് പ്രത്യേക പ്രാർത്ഥന. ശേഷം നേരത്തെ തന്നെ വരന്മാർക്ക് കൈമാറിയ മാല കൃത്യമായ മുഹൂർത്തത്തിൽ വധുവിനെ അണിയിച്ചതോടെ 216 ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹ സ്വപ്നങ്ങളാണ് അക്ഷരദേവതാ ക്ഷേത്രമെന്നറിയപ്പെടുന്ന പൗർണമിക്കാവ് ക്ഷേത്രമുറ്റത്ത് യാഥാർത്ഥ്യമായത്. വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. എന്ത് പറയുന്ന അറിയില്ല. എങ്ങനെ നടക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഇത് ഇങ്ങനെ നടന്നപ്പോൾ വളരെ സന്തോഷം. 100ാമത് ആരംഭിച്ച ശാഖയുടെ ഭാഗമായി ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ വിപിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു. 2022 ഡിസംബർ 30 ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം വേളയിലാണ് ഈ 100 ബ്രാഞ്ച് തികയ്ക്കുന്ന ദിവസം 100 ആദിവാസി യുവതി യുവാക്കളുടെ വിവാഹം ശ്രീ പൗർണമിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടത്തുമെന്ന് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റിന്റെ വേണ്ടി അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ ഒരു പ്രഖ്യാപനം നടത്തിയത്. തീർച്ചയായിട്ടും ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ആ ഒരു വാക്ക് യാഥാർത്ഥ്യമായതിന്റെ ഒരു സന്തോഷത്തിലാണ്. ദിവസങ്ങൾക്ക് മുൻപ് ഊരാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം നടത്തിയ ശേഷമാണ് വധുവരന്മാരും അവരുടെ ബന്ധുക്കളും തിരുവനന്തപുരത്തേക്ക് വിവാഹത്തിനെത്തിയത്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖർ, ശശി തരൂർ, ISRO മുൻ ചെയർമാൻ G മാധവൻ നായർ, ജനപ്രതിനിധികൾ, ഗോത്രത്തലവന്മാർ, ഊരുമൂപ്പന്മാർ തുടങ്ങിയവർ വധുവരന്മാരെ ആശീർവദിക്കാനുമെത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.